ഹലോ ഗൈസ്, എല്ലാവർക്കും ടെക് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ കുറച്ച് സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതായത് ഒരു 15,000 താഴെ വില വരുന്ന എന്നാൽ നമുക്ക് കോൾ ഓഫ് ഡ്യൂട്ടി, പബ്ജി, ഈ ഫുട്ബോൾ പോലത്തെ ഗെയിംസൊക്കെ അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് കളിക്കാൻ പറ്റുന്ന കുറച്ച് സ്മാർട്ട് ഫോൺസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്ട്രിക്ട്ലി ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഇതൊരു റിവ്യൂ പോലെ ഞാൻ പറയുന്നൊന്നുമല്ല, എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ഗെയിമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാരക ഗെയിമിംഗ് ഒന്നുമല്ല, ഹയസ്റ്റ് പോസിബിൾ സെറ്റിംഗ്സിൽ നമ്മൾ ഗെയിം കളിക്കണം. അതല്ല നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. കൺസിഡറിങ് ദ പ്രൈസ് റേഞ്ച് അതുകൂടെ നമ്മൾ നോക്കണമല്ലോ. സോ ഒരു 15,000 രൂപയുടെ താഴെ നമുക്ക് പബ്ജി ആണെങ്കിലും കോൾ ഓഫ് ഡ്യൂട്ടി ആണെങ്കിലും ഈ ഫുട്ബോൾ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് കളിക്കാൻ പറ്റുന്ന ചില സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വിതൗട്ട് എനി ഫർദർ അഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ആൻഡ് ലെറ്റ്സ് റോൾ ദ ഇൻട്രോ. സോ നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിലെ ഫസ്റ്റത്തെ സ്മാർട്ട് ഫോണായിട്ട് വരുന്നത് ഇൻഫിനിക്സ് നോട്ട് 30 5G ആണ്. ഈ സ്മാർട്ട് ഫോണിനെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത് MediaTek Dimensity 6080 എന്ന് പറഞ്ഞുള്ള ഒരു പ്രൊസസ്സറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത് 2.4 GHz ഉണ്ട്. അതുപോലെ തന്നെ ബാറ്ററി 5000 mAh ആണ്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+ LTPS IPS ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. ഓൾസോ ഇത് 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാമറ സെറ്റപ്പിലേക്ക് വരുമ്പോൾ 108 മെഗാ ഒരു പ്രൈമറി ക്യാമറയും 2 മെഗാ ഡെപ്ത് സെൻസറും പിന്നെ ഒരു AI ലെൻസും ചേർന്നൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിൻ്റെ റെയർ ക്യാമറ സെറ്റപ്പായിട്ട് വരുന്നത്. ഓൾസോ 16 മെഗാ ഒരു ഫ്രണ്ട് ക്യാമറയുണ്ട്. ഓൾസോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 8GB 256GB വേരിയൻറ്റിന് വരുന്നത് 14,999 ആണ്. അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിക്കാനൊക്കെ പറ്റുന്ന ഒരു ഫോണാണ്. സോ എനിക്കറിയാം ഇൻഫിനിക്സ് എന്ന് കേട്ടപ്പോൾ നിങ്ങളുടെ പലരെയും മുഖം മാറിയിട്ടുണ്ടാവും. പക്ഷേ പേടിക്കേണ്ട, 15,000 രൂപയുടെ താഴെ വില വരുന്ന സ്മാർട്ട് ഫോൺസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ബഡ്ജറ്റ് കിങ് ആയിട്ടുള്ള റിയൽമിനെ പറ്റിയിട്ട് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. സോ നമ്മുടെ ഈ ലിസ്റ്റിനകത്ത് നെക്സ്റ്റ് സ്മാർട്ട് ഫോണായിട്ട് വരുന്നത് റിയൽമി 11 5G എന്ന് പറഞ്ഞുള്ള സ്മാർട്ട് ഫോണാണ്. ഈ സ്മാർട്ട് ഫോണിൻ്റെ പ്രൊസസ്സറായിട്ട് വരുന്നത് MediaTek Dimensity 6100+ എന്ന് പറഞ്ഞുള്ള പ്രൊസസ്സറാണ്. ഈ പ്രൊസസ്സറിൻ്റെ GHz അതായത് ക്ലോക്ക് സ്പീഡ് വരുന്നത് 2.2 GHz ഇതിനകത്തോട്ട് വരുന്നുണ്ട്. അതുപോലെ ബാറ്ററി കപ്പാസിറ്റിനെ പറ്റി പറയുമ്പോൾ 5000 mAh ഒരു ബാറ്ററി കപ്പാസിറ്റിയും 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 6.72 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ഇതിനകത്തോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ 120 Hz റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്യാമറ സെറ്റപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ 108 മെഗാ ഒരു പ്രൈമറി ക്യാമറയും അതുപോലെ തന്നെ 2 മെഗാ ഒരു ഡെപ്ത് സെൻസറാണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറ പറയുകയാണെന്നുണ്ടെങ്കിൽ 16 മെഗാ ഒരു ക്യാമറയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഫോണിൻ്റെ ഒരു പ്രൈസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 14,999 ആണ് വരുന്നത്. അതായത് 128GB വേരിയൻറ്റിന് 14,999 ആണ് പ്രൈസ് ഇട്ടിരിക്കുന്നത് റിയൽമി. സോ ഇതും അത്യാവശ്യം നമുക്ക് സ്മൂത്തായിട്ട് ഗെയിം കളിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ സ്മാർട്ട് ഫോണായിട്ട് എനിക്ക് പറയാനുള്ളത് Motorola G54 5G എന്ന് പറഞ്ഞുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ഇതിനെപ്പറ്റി പറയുമ്പോൾ ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത് MediaTek Dimensity 7020 എന്ന് പറഞ്ഞുള്ള ഒരു ചിപ്സെറ്റാണ്. ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് 2.2 GHz ആണ്. അതുപോലെ തന്നെ 6000 mAh ഒരു ബാറ്ററിയും 33 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഈ ഫോണിനകത്തോട്ട് വരുന്നുണ്ട്. ഡിസ്പ്ലേനെ പറ്റി പറയുമ്പോൾ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് ഇതിനകത്തോട്ട് വരുന്നത്. ഇതിലും 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ പ്രൈസിനെ പറ്റി പറയുമ്പോൾ ബാക്കിയുള്ള രണ്ട് ഫോണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് 1000 rupees കുറവാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 8GB 128GB വേരിയൻറ്റിന് 13,999 ആണ്. ഓൾസോ ഇതിൻ്റെ ക്യാമറ സെറ്റപ്പിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞില്ല. 50 മെഗാ ഒരു OIS സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെയിൻ ക്യാമറയും അതുപോലെ തന്നെ ഒരു 8 മെഗാ ഒരു വൈഡ് ആംഗിൾ ക്യാമറ ഇതിൻ്റെ റെയർ ക്യാമറ സെറ്റപ്പായിട്ട് വരുന്നുണ്ട്. ഓൾസോ 16 മെഗാ ഒരു ഫ്രണ്ട് ക്യാമറയും ഇതിനകത്തോട്ട് വരുന്നുണ്ട്. സോ ഇത്രയൊക്കെയാണ് നമുക്ക് 15,000 താഴെ വില വരുന്ന അത്യാവശ്യം ഗെയിമൊക്കെ നമുക്ക് കളിക്കാൻ പറ്റുന്ന കുറച്ച് നല്ല സ്മാർട്ട് ഫോണായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ പോക്കോൻ്റെ X6 Neo എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്മാർട്ട് ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. അതിന് 14,999 ആണ് പ്രൈസ് വരുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും ഞാൻ പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോ നമ്മൾ പോക്കോ X6 Neoനെ പറ്റിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ നമ്മൾ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് പോക്കോ X6 Neoനെ പറ്റിയിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. സോ ഇത്രയൊക്കെയാണ് ഈ 15,000 rupeesന് താഴെ വില വരുന്ന കുറച്ച് ഗെയിമൊക്കെ കളിക്കാൻ പറ്റുന്ന സ്മാർട്ട് ഫോൺസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഞാൻ ഏതെങ്കിലും സ്മാർട്ട് ഫോൺസ് മിസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഓൾസോ നിങ്ങൾക്ക് വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഓൾസോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അൺടിൽ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഓഫ്. ബൈ. ഫോണാണ് നശിച്ച നായ. ഫസ്റ്റത്തെ സ്മാർട്ട് ഫോണായിട്ട് വരുന്നത് ഇൻഫിനിക്സിലെ എന്ത്